ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിന്റെ തുടർ നടപടി കാത്തിരിക്കുകയാണ് സിനിമാ ലോകം. നിയമ നടപടികളുടെ സാധ്യതയാണ് WCC തേടുന്നത്. അതേസമയം സിനിമാ സംഘടനകൾ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. വിവരങ്ങൾ KC ഉണ്ണികൃഷ്ണൻ നൽകും. ഉണ്ണി, നമ്മൾ ഇന്നലെ ഏറെ നേരം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ ചർച്ച ചെയ്തതാണ്. ഇനി സർക്കാർ എന്ത് തുടർ നടപടികളാണ് സ്വീകരിക്കുക എന്നാണ് അറിയേണ്ടത്. ഇന്നലെ തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം, പരാതി എന്തെങ്കിലും കിട്ടിയാൽ സർക്കാർ ഉടനടി തന്നെ നടപടി എടുക്കുമെന്നാണ്. പക്ഷേ ഈ സിനിമാ സംഘടനകളൊന്നും ഈ റിപ്പോർട്ട് പഠിച്ച ശേഷം നിലപാട് വ്യക്തമാക്കാം എന്നാണ് ഇന്നലെ പ്രതികരിച്ചത്. ഇന്ന് ഈ റിപ്പോർട്ടിന്മേൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന തുടർചലനങ്ങൾ എന്തൊക്കെയാണ്? ലിബീഷ്, തീർച്ചയായും ഇതിൽ എന്താണ് തുടർ നടപടി എന്നാണ് സിനിമാ ലോകം ഉൾപ്പെടെ നോക്കുന്നൊരു കാര്യം. നമ്മളെല്ലാവരും അത് തന്നെയാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. എന്തായാലും ഈ WCC പോലുള്ള സംഘടനകൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, ഇത് റിപ്പോർട്ട് പഠിച്ച് കൃത്യമായ രീതിയിൽ തന്നെ സർക്കാർ നടപടിയെടുക്കണം എന്ന് തന്നെയാണ് WCC ഉൾപ്പെടെ ആവശ്യപ്പെട്ടത്. അവർ കഴിഞ്ഞ ദിവസം ആ സംഘടന കഴിഞ്ഞ ദിവസം പറഞ്ഞത്, നീതിക്കായുള്ള പോരാട്ടം ഫലം കണ്ടു എന്നത് തന്നെയാണ്. തങ്ങളുടെ പോരാട്ടം ശരിയെന്നാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നത് വെളിവാക്കുന്നത് എന്നൊരു കാര്യം തന്നെ. ആ രീതിയിലുള്ള പ്രതികരണമാണ് WCCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എന്തായാലും ഈ വുമൺ കളക്റ്റീവ് ആ രീതിയിലുള്ള പ്രതികരണം നടത്തി. അതോടൊപ്പം തന്നെ സർക്കാർ ഈ റിപ്പോർട്ട് പഠിച്ച് തുടർ നടപടി എടുക്കണം എന്നൊരു കാര്യമാണ് പ്രധാനമായും അവർ മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് ഇതിൽ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വിഷയത്തിൽ ഇതിൻ്റെ നടപടികളെല്ലാം തന്നെ, അല്ലെങ്കിൽ റിപ്പോർട്ട് പരിശോധിച്ച് അതിലൊരു ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇതിനുള്ള സമ്മർദ്ദം പ്രതിപക്ഷത്തിൻ്റെ അടക്കം ഭാഗത്തു നിന്നുണ്ടാകും. എന്തായാലും ഇത് പുറത്തു വരാനായി 4 വർഷത്തോളം സമയമെടുത്തു എന്നുള്ളത് വലിയ ഗൗരവമായി തന്നെയാണ് പ്രതിപക്ഷം കാണുന്നത്. അതിനെ ആ രീതിയിൽ തന്നെ അവർ രാഷ്ട്രീയപരമായി അതിനെ കാണുന്നു എന്നതും ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും ഇതിലൊരു നടപടി സർക്കാർ സ്വമേധയാ എടുക്കണമെന്നൊരു കാര്യം തന്നെയാണ് ഈ കൂടുതൽ സമ്മർദ്ദമായി തന്നെ പ്രതിപക്ഷം ഉടക്കം മുന്നോട്ട് വെക്കുന്ന കാര്യം. അതോടൊപ്പം തന്നെ ഈ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് ഒരു പരാതി ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ഇത്രയധികം സംഭവങ്ങൾ ഉണ്ടായിട്ടും ഇതിൽ ഒരു പരാതി ലഭിച്ചില്ല എന്നൊരു കാര്യം തന്നെയാണ്. അതിൽ ഈ പരാതി ലഭിക്കാതെ കേസെടുക്കുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വെല്ലുവിളി ഉണ്ടാവും എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. പോലീസ് അടക്കം ആ രീതിയിൽ പോലീസിനെ സംബന്ധിച്ചും അതൊരു ആശങ്ക അവിടെ നിലനിൽക്കുന്നുണ്ട്. പരാതി ഇല്ലാതെ ഏത് രീതിയിൽ കേസ് അടക്കമുള്ള നടപടികളുമായി മുന്നോട്ട് പോകാമെന്നൊരു ആശങ്കയാണ് ആ ഒരു ഘട്ടത്തിലുള്ളത്. അപ്പോൾ അതും ഒരു വെല്ലുവിളിയാവും. ആ രീതിയിലുള്ള ആശങ്കയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉള്ളത്. കഴിഞ്ഞ ദിവസം ഈ റിപ്പോർട്ട് പുറത്തു വന്നത് പിന്നാലെ സിനിമാ മേഖലയിൽ നടക്കുന്ന അനുഭവങ്ങളെല്ലാം തന്നെ മൊഴി എന്ന രീതിയിൽ തന്നെ ഹേമ കമ്മിറ്റിയോട് പറയുന്നു. ഹേമ കമ്മിറ്റി വളരെ വിശദമായി തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ആ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. എന്തായാലും ആ റിപ്പോർട്ട് നോക്കുമ്പോൾ സ്ത്രീവിരുദ്ധമായ കാര്യങ്ങൾ തന്നെയാണ് പൂർണ്ണമായി നോക്കുമ്പോൾ ഉണ്ടായത്. എന്തായാലും ആ റിപ്പോർട്ടിൽ പറയുന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ വളരെ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ തന്നെ സിനിമയ്ക്കകത്ത് വനിതകൾ നേരിടുന്ന ഒരു സാഹചര്യം, അവരെ ലൈംഗിക ചൂഷണം അടക്കം കാര്യങ്ങളിൽ അവരെ ഉൾപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ആ രീതിയിലേക്ക് വിധേയമാക്കുന്നതാണ് പ്രധാനമായും പറഞ്ഞത്. നമ്മൾ പുറമേ നിന്ന് കാണുന്നതല്ല സിനിമാ ലോകമെന്ന് പറയുന്നത്. അവിടെ പുറമേ നിന്ന് കാണുമ്പോൾ വളരെ വലിയൊരു ഭംഗിയുള്ള ലോകമാണ്. അതിനടുത്തറിയുമ്പോഴാണ് അതിനകത്തെ കള്ളങ്ങൾ വെളിച്ചത്തേക്ക് വരുന്നത്, അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരുന്നതെന്നാണ് എന്തായാലും ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഗൗരവമായി തന്നെയാണ് സർക്കാർ കാണുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ ഗുരുതരമായ പരാമർശങ്ങളെല്ലാം തന്നെ ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. ലൈംഗിക ചൂഷണം, അതോടൊപ്പം തന്നെ സിനിമാ രംഗത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രതിസന്ധികൾ, ഭക്ഷണത്തിലടക്കം നേരിടുന്ന വിവേചനങ്ങൾ, ജൂനിയർ ആർട്ടിസ്റ്റുകൾ നേരിടുന്ന പ്രതിസന്ധികൾ, അതോടൊപ്പം തന്നെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലും സൗകര്യം ഒരുക്കി കൊടുക്കാത്ത സാഹചര്യം, ഇതെല്ലാം ഉണ്ട്. സിനിമയിലെ അവസരങ്ങൾക്ക് വേണ്ടി കിടക്ക പങ്കിടേണ്ടി വരുന്ന സാഹചര്യം, ഇതെല്ലാം തന്നെ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഇതിൽ എതിർത്താൽ സിനിമയിൽ നിന്ന് തുടച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം, സിനിമയെ നിയന്ത്രിക്കുന്നത് ഒരു മാഫിയ, അതോടൊപ്പം തന്നെ അതിലൊരു പ്രധാന നടനുണ്ട് എന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെ അക്കമിട്ട് നിരത്തുന്ന രീതിയിലാണ് ആ റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നത്. എന്തായാലും ആ റിപ്പോർട്ടിൽ തുടർ നടപടി എന്തെന്ന് നോക്കുമ്പോൾ എന്തായാലും ഒരു സർക്കാർ ഇടപെടൽ തന്നെയാണ് പ്രധാനമായും ആളുകൾ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ സിനിമാ ലോകം ആഗ്രഹിക്കുന്നത് കൃത്യമായ രീതിയിൽ ഒരു നീതിക്ക് വേണ്ടി ആ രീതിയിൽ സിനിമാ മേഖലയിലെ വനിതകൾക്ക് ഒരു നീതി ലഭിക്കണം, അല്ലെങ്കിൽ ഒരു തുല്യ പങ്കാളിത്തം സിനിമാ മേഖലയിൽ ഉണ്ടാകണം എന്നത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിൽ സർക്കാർ ഇടപെടൽ തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിൽ ഏത് രീതിയിലുള്ള നടപടി ഉണ്ടാകുമെന്നത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം. എന്തായാലും ഇതിൽ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അവിടെ നിലനിൽക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇത് ഏത് രീതിയിലുള്ള നടപടികളാണ് ഉണ്ടാകുക, ഒരു പരാതി ലഭിക്കാതെ എങ്ങനെ ഇതിലേക്ക് നടപടിയെടുക്കും എന്നൊരു കാര്യം തന്നെ ഒരു ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. പോലീസിനെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ടൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ പ്രതിപക്ഷം കൂടുതൽ സമ്മർദ്ദം ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് പോകാനായി സർക്കാരിനെ സമ്മർദ്ദം ചെലുത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ലിബീഷ്. ശരി ഉണ്ണി, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ തുടർ ചലനങ്ങൾ കാത്തിരിക്കുകയാണ് സിനിമാ ലോകം.